നമസ്കാരം. നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നവരും ഇന്ത്യ ഭരിക്കുന്നവരുടെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവരും, അതായത് RSS, സംഘപരിവാർ, BJP ഘടകങ്ങൾ നമ്മുടെ ഇന്ത്യ ഭരിക്കുമ്പോൾ അവർ പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്നത് ഇന്ത്യയെ സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും വളർത്തുക, ഇന്ത്യയിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള ഉന്നമനം, ഡിജിറ്റൽ ഇന്ത്യ, ഈ ലോകത്ത് ഇന്ത്യ എന്ന രാജ്യത്തെ എഴുന്നേറ്റ് നിർത്തി നട്ടല് നിവർത്തി നിന്നുകൊണ്ട് ഞാനട എന്ന് പറയുന്ന വിധത്തിൽ ഇന്നിപ്പോ അമേരിക്ക നിൽക്കുന്നത് പോലെ ഒന്നാം സ്ഥാനത്ത് എത്തും. അത് സാമ്പത്തികമായും സാംസ്കാരികമായും സൈനികമായും എല്ലാം അവിടെ എത്തിക്കും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഈ ഭരണകൂടം ഇവിടെ ഭരിക്കുന്നത് എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നതും അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ കഴിഞ്ഞ ബലിപെരുന്നാൾ ദിനത്തിൽ തന്നെ എത്ര കോടിയുടെ നഷ്ടമാണ് ഇവിടെ ഉണ്ടായത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ മണ്ടൻ തീരുമാനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ, നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ ഘടനയെ, നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള നിലനിൽപ്പിനെ ഒക്കെ തകർക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോണത്. ഇന്ത്യൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിലുള്ള ഘടനയെ തകർത്തെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ തന്നെ ഇല്ലാതായി പോകും. ഇപ്പോ ഈ കഴിഞ്ഞ പെരുന്നാളിന്, ബക്രീദിന് ബലിയർക്കൽ നിരോധനം വന്നു. അതായത് ബലിയർക്കൽ നിരോധിച്ചിട്ടില്ല, പക്ഷെ ബലിയർക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പഴയ ചില നിയമങ്ങളൊക്കെ പൊടി തട്ടി എടുത്തുകൊണ്ട് വന്ന് അതിന് ചില നിയന്ത്രണങ്ങൾ വെച്ചു. സ്വാഭാവികമായിട്ടും അത് അറക്കാൻ കഴിയില്ല, കാരണം ആ നിബന്ധനകൾ വെച്ചുകൊണ്ട് അറക്കാൻ തന്നെ കഴിയില്ല. പിന്നെ കണ്ണടച്ചുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഇതിന്റെ പിന്നാമ്പറം നമ്മളൊന്ന് വായിച്ചെടുക്കണ്ടേ? ഈ ഹിന്ദു മുസ്ലിം തർക്കങ്ങളോ അല്ലെങ്കിൽ ഗോമാതാ വിഷയങ്ങളോ അല്ലെങ്കിൽ ബീഫിന്റെ വിഷയങ്ങളോ അല്ല, അതിലപ്പുറം ഇതിൽ ചില വിഷയങ്ങളുണ്ട്. അത് നമ്മൾ വായിച്ചെടുക്കണം, നമ്മൾ സംസാരിച്ചേ പറ്റുള്ളൂ. ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്നൊരു പ്രസ്താവനയുണ്ട്. അത് വെറും പ്രസ്താവനയല്ല, മറിച്ച് അത് യാഥാർത്ഥ്യമാണ്. കാർഷിക മേഖലയും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ തൊഴിലുമാണ് നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയാത്ത ഭരണാധികാരികൾ നമ്മുടെ നാടിന് ശാപമാണ്, ബുദ്ധിമുട്ടാണ്. എന്നാൽ വൈവിധ്യങ്ങളുടെ ഈ മണ്ണില് മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർപെടുത്താനും അവരെ തമ്മിലടിപ്പിക്കാനും ബോധമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ തകർന്നു പോണത് കേവലം സാമൂഹിക ഐക്യം മാത്രമല്ല, മറിച്ച് കോടിക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ കൂടിയിട്ടാണ്. RSS, BJP ഉൾപ്പെടുന്ന സംഘപരിവാർ ശക്തികൾ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ഉലുഹിയത്ത് പോലുള്ള മതപരമായ കർമ്മങ്ങൾക്ക് നേരെ കൊണ്ടുവരുന്ന തടസ്സങ്ങളും നിരോധനങ്ങളും ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. വർഷത്തിൽ ഒരിക്കലെത്തുന്ന ബലിപെരുന്നാൾ വിപണി എന്നത് കേവലം ഒരു മതപരമായ ചടങ്ങ് മാത്രമല്ല. നമ്മുടെ ഭരണാധികാരികൾ കരുതുന്നത് അതൊരു മതപരമായ ചടങ്ങാണ്. അത് തടസ്സം വരുത്തി കഴിഞ്ഞാൽ അവർ അത്രയും ബുദ്ധിമുട്ടിക്കൊള്ളും, നമ്മുടെ കീഴാളന്മാരെ നിന്നുകൊള്ളും എന്നായിരിക്കും ഒരുപക്ഷെ കരുതുന്നത്. പക്ഷെ അത് ഗ്രാമീണ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗസംരക്ഷണ കച്ചവട വിപണികളിൽ ഒന്നാണ് എന്ന് അവർ മറന്നുപോയി. ആയിരക്കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് ആ ഗ്രാമങ്ങളിൽ, നമ്മുടെ രാജ്യത്തെ ഗ്രാമങ്ങളിൽ നടക്കുന്നത് എന്നവർ മനഃപൂർവ്വം മറന്നതാണോ അഥവാ ഓർക്കാതിരുന്നതാണോ എന്നറിയില്ല. കർഷകരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഇവിടുത്തെ വൻകിട കോർപ്പറേറ്റുകളല്ല, അവരുടെ കൃഷിയും ഈ സാധാരണക്കാരെ ജനങ്ങളും അവർ തമ്മിലുള്ള ഇടപെടലുകളുമാണ്. ഈ വിപണിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് അവരുടെ വീടുകളിൽ ആടുകളും മാടുകളും വളർത്തുന്ന സാധാരണക്കാരായ ഹിന്ദു മുസ്ലിം കർഷകരാണ്. വർഷം മുഴുവൻ കഷ്ടപ്പെട്ട് വളർത്തുന്ന മൃഗങ്ങളെ പെരുന്നാൾ വിപണിയിൽ വിൽക്കുമ്പോൾ ലഭിക്കുന്ന ആ തുക, അതാണ് അവരുടെ അല്ലെങ്കിൽ ആ ഗ്രാമീണ കുടുംബങ്ങളെ, പല കുടുംബങ്ങളുടെയും സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത്, അവരുടെ പെൺമക്കളെ വിവാഹം കഴിച്ച് അയക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് എടുക്കുന്നത്, അവരുടെ ലോണുകൾ തിരിച്ചടയ്ക്കുന്നത്, അവരുടെ വീട് അല്ലെങ്കിൽ അവരുടെ മറ്റെന്തും അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറുന്നത് ഇത്തരത്തിലുള്ള ഇടപാടുകളും കച്ചവടങ്ങളും കൊണ്ട് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കേവലം ഒരു മാംസ കച്ചവടം മാത്രമല്ല, അത് സംബന്ധിച്ച അനുബന്ധ തൊഴിലുകളുണ്ട്. നമുക്കറിയാം, ഈ ബക്രീദുമായി ബന്ധപ്പെട്ട് ആവശ്യത്തിന് തുകൽ കിട്ടാത്തത് കൊണ്ട് പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. കന്നുകാലി കച്ചവടക്കാര്, വണ്ടി ഡ്രൈവർമാര്, കശാപ്പ് തൊഴിലാളികള്, കയർ കച്ചവടക്കാര്, പുല്ലും തീറ്റയും വിൽക്കുന്നവർ തുടങ്ങി ലക്ഷക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യരുടെ ഉപജീവനമാണ് ഈ വിപണിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഒരു പെരുന്നാൾ സീസണിൽ മാത്രം ഈ രാജ്യത്താകമാനം ആയിരക്കണക്കിന് കോടി രൂപയുടെ കന്നുകാലി കച്ചവടമാണ് നടക്കുന്നത്. 2-3 ദിവസം കൊണ്ടാണ് ഈ കച്ചവടം നടക്കുന്നത്. ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ ചന്തകളിൽ നിന്നാണ് വലിയ നഗരങ്ങളിലേക്ക്, മറ്റു ഇടങ്ങളിലേക്ക് മൃഗങ്ങളെ എത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. ശതകോടികളുടെ ആഭ്യന്തര വിപണിയാണ് ഇവിടെ നടക്കുന്നത്. ആ വിപണികളാണ് അന്നേ ദിവസം അടഞ്ഞു കിടന്നത്. അല്ലെങ്കിൽ അവിടേക്ക് എത്തിയ കന്നുകാലികളാണ് ഒരെണ്ണത്തിനെ പോലും വിൽക്കാൻ കഴിയാതെ അല്ലെങ്കിൽ വാങ്ങാനാളില്ലാതെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ മടങ്ങിപ്പോയവരാണ് ആത്മഹത്യ ചെയ്യാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് നിലവിളിച്ചത്. അതാണ് ഇവിടെ വാർത്തയായത്. അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്തോ അവരുടെ
സാമ്പത്തിക പ്രയാസത്തിന് അവരുടെ സ്ഥലങ്ങൾ ജപ്തി ചെയ്തു പോകുന്ന ഒരു അവസ്ഥയ്ക്ക്, കുട്ടികളുടെ വിവാഹത്തിന്, മറ്റുള്ളവരുടെ വിദ്യാഭ്യാസത്തിന്, വീടുണ്ടാക്കുന്നതിന് എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ ഇതിന് പകരമായി സർക്കാർ ചെയ്തിട്ടുണ്ടോന്നറിയില്ല. ഒരു ശരാശരി കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന ഈ ഉത്സവ സീസണിൽ മൃഗങ്ങളുടെ വിൽപ്പനയിലൂടെ മാത്രം നൂറുകണക്കിന് കോടി രൂപ നേരിട്ട് ഗ്രാമീണരുടെ കൈകളിലേക്കാണ് എത്തുന്നത്. മനസ്സിലാക്കണം, ഇടനിലക്കാരോ മറ്റാരും ഇല്ല. ഇവിടെ ഏതൊരു കച്ചവടവും, ഒരു കാർഷിക മേഖല എടുത്തു നോക്കൂ, കർഷകർക്ക് കിട്ടുന്നത് തുച്ഛമായ വരുമാനമാണ്, മറ്റെല്ലാം ഇടനിലക്കാർ കൊണ്ടുപോവുകയാണ്. ഇവിടെ കോടിക്കണക്കിന് രൂപ, നൂറുകണക്കിന് കോടി രൂപ ഈ കർഷകരുടെ കൈകളിലേക്ക് നേരിട്ട് എത്തിച്ചേരുകയാണ്. ഈ പണം കൃത്യമായി ഗ്രാമങ്ങളിലെ പ്രാദേശിക വിപണിയിലാണ് ചെലവഴിക്കപ്പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. ഇവിടെ നമുക്കറിയാം, ഓൺലൈനിലാണ് ഇപ്പോൾ എല്ലാം. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാദേശിക മേഖലയിൽ പണം ഒഴുകുന്നില്ല, എല്ലാം മറ്റിടങ്ങളിലേക്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സ്ഥാനത്ത് ഈ കർഷകർക്ക് അവരുടെ കന്നുകാലികൾ വിറ്റ് കിട്ടുന്ന പണം അവരുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ദേശത്തേക്ക് തന്നെയാണ് ചെലവഴിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സംഘപരിവാറിന്റെ നിരോധന രാഷ്ട്രീയവും ഗോസംരക്ഷകരുടെ ഗുണ്ടായുസവും കാരണം ഈ ഒരു പണമൊഴുക്ക്, ഈ വലിയ ഒരു പണമൊഴുക്കാണ് തടസ്സപ്പെടുന്നത്. ഇത് ഗ്രാമീണ മേഖലയെ കടുത്ത ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക മാന്ദ്യത്തിലേക്കും തള്ളിവിടുന്നു എന്നത് മനസ്സിലാക്കുന്നില്ല. ഈ 2 ദിവസം കൊണ്ട് ഉത്തരേന്ത്യയിലെ കർഷക ഗ്രാമങ്ങളിലേക്കൊന്ന് പോകണം, അവരുടെ സാമ്പത്തിക സ്ഥിതി എവിടെ എത്തിയെന്നൊന്ന് പരിശോധിക്കണം. ഈ സർക്കാർ ഈ പശു സംരക്ഷണവും ഗോസംരക്ഷണവും മറ്റു നിരോധനങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയവർ അതിന് തുനിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ തുനിമോ എന്നറിയില്ല. പശു സംരക്ഷണത്തിന്റെയും മൃഗസ്നേഹത്തിന്റെയും പേരിൽ വലിയ നാടകങ്ങളാണ് സംഘപരിവാർ രാജ്യത്ത് കളിക്കുന്നത്. എന്നാൽ ഈ ഗോമാതാ സ്നേഹം കേവലം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ടുള്ള രാഷ്ട്രീയ ആയുധം മാത്രമാണ് എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഒരു വശത്ത് പാവപ്പെട്ട മുസ്ലിങ്ങളുടെയും ദളിതരുടെയും ഉപജീവനവും ഭക്ഷണ സ്വാതന്ത്ര്യവും തടയുമ്പോൾ, മറുവശത്ത് അതെല്ലാം ചൂഷണം ചെയ്ത് കോർപ്പറേറ്റ് ബീഫ് കയറ്റുമതി കമ്പനികൾക്ക് യഥേഷ്ടം പ്രവർത്തിക്കാനുള്ള ലൈസൻസ് BJP സർക്കാർ നൽകുന്നുണ്ട്. ബീഫ് അത്രത്തോളം കയറ്റി പോകുന്നുമുണ്ട്. അവിടെ ഒന്നും യാതൊരു നിരോധനവുമില്ല. മനസ്സിലാക്കേണ്ടത് അതിനൊക്കെ മുസ്ലിം പേരുകളാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ്. ഏറ്റവും രസകരമായ വാർത്തയും അതാണ്. ആഗോളതലത്തിൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന മുൻനിര രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന യാഥാർത്ഥ്യം ഇവർ മനഃപൂർവ്വം മറച്ചുവെക്കുകയാണ്. വലിയ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികളിൽ നിന്നും ഇലക്ട്രൽ ബോണ്ടുകളായും അല്ലാതെയും കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് ഭരണകക്ഷി വാങ്ങിക്കൂട്ടുന്നത്. പാവപ്പെട്ടവന്റെ കച്ചവടം തടയുകയും കോർപ്പറേറ്റ് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് ബീഫ് കയറ്റുമതി ചെയ്യാൻ പരവതാനി വിരിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് സംഘപരിവാറിന്റെ സാമ്പത്തിക അജണ്ടകളുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്നുണ്ട്. മതവികാരം ഇളക്കിവിട്ടും പശു സംരക്ഷണത്തിന്റെ പേരിൽ ഗുണ്ടാസംഘങ്ങളെ കയറൂരി വിട്ടും BJP സർക്കാർ നടപ്പിലാക്കുന്ന നയങ്ങൾ ഈ വലിയ സാമ്പത്തിക ശൃംഖലയാണ് അറുത്തുമാറ്റുന്നത്. കന്നുകാലി കടത്ത് എന്ന പേരിൽ നടക്കുന്ന ആൾക്കൂട്ട അക്രമങ്ങള്, കടുത്ത നിയന്ത്രണങ്ങള്, ഇതൊക്കെ കാരണം കർഷകർക്ക് തങ്ങളുടെ കന്നുകാലികളെ വിപണിയിലെത്തിക്കാൻ കഴിയാത്ത ഒരു ദുരന്ത അവസ്ഥയുണ്ട്. ഗ്രാമങ്ങളിലേക്ക് ഒഴുകേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപയുടെ ഈ ബിസിനസ് നഷ്ടപ്പെടുമ്പോൾ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് കേവലം ഒരു വിഭാഗം മാത്രമല്ല, കന്നുകാലികളെ വളർത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ഹൈന്ദവ കർഷകരും അവർക്കും ഇത് വലിയ തിരിച്ചടിയാണ് എന്ന് മനസ്സിലാക്കണം. വിപണി തകരുമ്പോൾ കർഷകന് തന്റെ ഉൽപ്പന്നത്തിന് ന്യായമായ വില ലഭിക്കാതെ വരികയും അവർ വലിയ കടക്കണിയിലേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. ഇത് വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ കോർപ്പറേറ്റുകൾക്ക് കൊണ്ടുപോകാം, അവർക്ക് കൊള്ളലാഭം കൊയ്യാം. ഇവിടെ ഗ്രാമങ്ങളാണ് ഒരു രാജ്യത്തിന്റെ നട്ടല് എന്ന് പറയുമ്പോഴും ആ ഗ്രാമങ്ങളിലുള്ളവർ പട്ടിണി കിടന്നാലെന്ത്, അവർ തൂങ്ങിച്ചെത്താലെന്ത്, അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും ചെയ്താലെന്ത്, അതൊന്നും നമ്മുടെ ഭരണാധികാരികൾക്ക് അറിയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഭരണകൂടത്തിന്റെ ഇത്തരം വിവേചനപരമായിട്ടുള്ള നിലപാടുകൾ മനസ്സിലാക്കാത്ത ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒന്നാണ്. RSSന്റെ വിഭജന രാഷ്ട്രീയം ഒരു മതവിഭാഗത്തിന്റെ ആചാരങ്ങളെയോ കച്ചവടങ്ങളെയോ തടസ്സപ്പെടുത്തുമ്പോൾ അത് രാജ്യത്തിന്റെ മൊത്തം GDPയെയും ഗ്രാമീണ വരുമാനത്തെയുമാണ് ബാധിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് കോടികളുടെ നികുതി ഇളവ് നൽകുന്ന BJP സർക്കാർ പാവപ്പെട്ടവന്റെ പരമ്പരാഗതമായ കച്ചവട സാധ്യതകളെയാണ് തല്ലിക്കെടുത്തുന്നതെന്ന് ഓർക്കണം. കഴിഞ്ഞ ഒരൊറ്റ സീസണിൽ മാത്രം എത്ര കോടിയാണ് ഈ ഗ്രാമങ്ങളിൽ എത്താതിരുന്നത് എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അവർ ഒറ്റ കണക്കെടുത്താൽ മതി എങ്ങനെയാണ് ഈ സർക്കാർ സാധാരണക്കാരെ കാണുന്നത് എന്ന് മനസ്സിലാക്കും. മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുമ്പോൾ തകരുന്നത് ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെ ആത്മവിശ്വാസമാണ്. പട്ടിണിയും തൊഴിലില്ലായ്മയും വർദ്ധിക്കുമ്പോൾ ഇല്ലാതാകുന്നത് അവിടുത്തെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതമാണ്. സംഘപരിവാറിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് താൽക്കാലികമായി ചിലർക്ക് അധികാരം നിലനിർത്താൻ വേണ്ടി ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം സേഫ് ആക്കാനും ഒരുപക്ഷെ പറ്റിയേക്കാം. പക്ഷേ അത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയാണ് തകർക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ വളർത്തുന്ന കോടിക്കണക്കിന് ഇടപാടുകളെയും പരമ്പരാഗത വിപണികളെയും തടസ്സപ്പെടുത്തുന്ന ഫാസിസ്റ്റ് നയങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറണം. അത്തരത്തിലുള്ള നിലപാടുകൾ എന്നേക്കുമായി ഒഴിവാക്കണം. മനുഷ്യർ ഒന്നിച്ചു നിൽക്കുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇന്ത്യയിലെ ഗ്രാമങ്ങളും അതുവഴി രാജ്യവും യഥാർത്ഥ പുരോഗതിയിലേക്ക് കുതിക്കുകയുള്ളൂ എന്നുള്ള
യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഒരു സർക്കാരായി നമ്മുടെ സർക്കാർ മാറുകയും വേണം. Different angles. Don't forget to subscribe and support this channel.